ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ സന്ധ്യയെ തല്ലിയതിന്റെ ദേഷ്യം നെല്ലിശ്ശേരിയിലെത്തി തീർക്കുകയാണ് നന്ദൻ. അവന്തികയെ പൊതിരെ തല്ലുന്ന നന്ദനെ പിടിച്ചു നിർത്തുന്നത് സേതുമാധവനാണ്. നിനക്കിവളെ ഉപേക്ഷിക്കാനായി എന്തെങ്കിലും ആലോചനയുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്നും എൻ്റെ മരണശേഷം നിനക്ക് എന്ത് തീരുമാനമെടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് സേതു ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോകുന്നു. തുടർന്ന് അവന്തിക നന്ദനോട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ എന്താണെങ്കിലും നിങ്ങൾ മാത്രമേ ഉണ്ടാകൂ. എന്നാൽ നന്ദൻ ദേഷ്യത്തോടെ അവന്തികയോട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ നിനക്കിനി ഒരു സ്ഥാനവുമില്ല. എൻ്റെ ജീവിതത്തിൽ സന്ധ്യ മാത്രമേ ഉണ്ടാകൂ. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനം വീടാണ്. അനൂപിനെ അറസ്റ്റ് ചെയ്ത കാര്യം പറഞ്ഞ് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുമ്പോൾ കമല പറയുകയാണ്, നീ ഗർഭിണിയാകുന്നതോടുകൂടി ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് അന്ന് ആ ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മാവന് ജയിൽവാസം വരെ ഉണ്ടാകുമെന്നൊക്കെ ആ ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് കമല പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. മൂർത്തി കൊണ്ടുവന്ന മരുന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് അടുക്കളയിൽ നിൽക്കുകയാണ് അവന്തിക. അതേസമയം ധനുഷ് സ്നേഹയ്ക്കായി ജ്യൂസ് എടുക്കാൻ വരുന്നു. ധനുഷ് ഒരു കോള് വന്ന് പുറത്തേക്ക് വരുന്ന തക്കം നോക്കി ആ ജ്യൂസിൽ വിഷം കലർത്തുകയാണ് അവന്തിക. അതറിയാതെ ധനുഷ് അതുകൊണ്ട് സ്നേഹയ്ക്കും കൊടുക്കുന്നു. അങ്ങനെ സ്നേഹ ആ ജ്യൂസ് കുടിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അനഘ അർച്ചനയെ വിളിക്കുന്നതാണ്. അർച്ചനേട്ടത്തി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനഘ പൊട്ടിക്കരയുമ്പോൾ എന്താ അനഘയെന്ന് അർച്ചന ടെൻഷനോട് ചോദിക്കുകയാണ്. അത് പിന്നെ ഏട്ടത്തി, സ്നേഹയുടെ പ്രഗ്നൻസി അബോട്ടായി പോയെന്ന് അനഘ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. തുടർന്ന് അർച്ചന സച്ചിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്. എൻ്റെ ഭാഗ്യദോഷം കൊണ്ടാ എല്ലാം സംഭവിച്ചതെന്ന് ഇനി ആരെങ്കിലും പറയുമോ സച്ചിയേട്ടാ എന്ന് ചോദിക്കുമ്പോൾ സച്ചി അർച്ചനയെ സമാധാനിപ്പിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും കൂടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നതാണ്. അതേസമയം ആകെ തകർന്നു കിടക്കുകയാണ് സ്നേഹ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തു നിൽക്കുന്ന ധനുഷിനെയുമാണ് കാണിക്കുന്നത്. തുടർന്ന് അർച്ചന സ്നേഹയുടെ അടുത്തേക്ക് ചെല്ലുന്നു. മോളെ, നീ എന്തോ അവസാനം കഴിച്ചതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ ധനുഷ് തന്ന ഒരു മാമ്പഴ ജ്യൂസ് മാത്രമാ ഞാൻ കുടിച്ചതെന്ന് സ്നേഹ പറയും. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ ധനുഷിനെ നോക്കുകയാണ്. കേട്ടോടെ തന്നെ അർച്ചന പറയുകയാണ്, നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പലതും നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണെന്ന് കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം. ഇത് കേൾക്കുന്ന ധനുഷും പലതും മനസ്സിലുറപ്പിച്ച് അവന്തികയുടെ മുഖം മനസ്സിലോർക്കുകയാണ്. ഇതോടുകൂടി പ്രൊമോ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.